ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് ഈസി ആയിട്ടുള്ള പൂക്കൾ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമുക്ക് ഡ്രസ്സിലൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ടും അതുപോലെ ഹെയർ അക്സസറീസിലൊക്കെ നമ്മളുടെ ഹെയർ ബാൻഡിലും അതുപോലെ ബോയിലും ഒക്കെ വെക്കാനായിട്ട് പറ്റിയതാണ്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു മാജിക് റിംഗ് ഉണ്ടാക്കാം. അതിലേക്ക് 3 ചെയിൻ ചെയ്യാം. ഇല്ലെങ്കിൽ മാജിക് റിംഗ് ഉണ്ടാക്കാൻ പ്രയാസമുള്ളവർക്ക് 3 ചെയിൻ ചെയ്തിട്ട് അത് ജോയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ആ ഹോളിലേക്ക് 3 ചെയിൻ ചെയ്തെടുത്താൽ മതി. ഇനി ഒരു ടീസ് ചെയ്യാം. അതിനുവേണ്ടി 2 പ്രാവശ്യം ചുറ്റിയെടുത്തതിന് ശേഷം നമുക്കിതുപോലെ അകത്തേക്ക് ചെയ്തെടുത്തിട്ട് അതിലുള്ള സ്റ്റിച്ച് 2 സ്റ്റിച്ചായിട്ട് നമ്മളിതുപോലെ യാൺ ചുറ്റി വലിച്ചെടുക്കണം. DC ചെയ്യുന്നത് പോലെ തന്നെ ഡബിൾ ക്രോഷേ ചെയ്യുന്ന പോലെ തന്നെയാണ് ട്രിപ്പിൾ ക്രോഷയും. ഒരു പ്രാവശ്യത്തെ ഇത് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ഇനി നമുക്കൊരു ചെയിൻ കൊടുക്കാം. അതിനുശേഷം വീണ്ടും ചെയ്യേണ്ടത് ഒരു ട്രിപ്പിൾ ക്രോഷയും കൂടിയാണ്. അതിലിതുപോലെ 2 പ്രാവശ്യം ചുറ്റിയെടുത്ത് അകത്തേക്ക് കുത്തി യാൺ ചുറ്റിയെടുത്തതിന് ശേഷം ആദ്യത്തെ 2 സ്റ്റിച്ചിൽ കൂടെ ഈ യാൺ നമുക്കിതുപോലെ വലിച്ചെടുക്കണം. 2 സ്റ്റിച്ചായിട്ട് 3 പ്രാവശ്യം ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ 2 സ്റ്റിച്ചിൽ കൂടെ ചെയ്തു. പിന്നെ അടുത്ത 2 സ്റ്റിച്ചിനകത്തൂടെ ഈ യാൺ വലിച്ചെടുക്കുക. മൂന്നാമത് 2 സ്റ്റിച്ചിൽ കൂടെ വലിച്ചെടുക്കുക. ഇതാണ് TC. അപ്പോൾ ഇനി നമുക്ക് 3 ചെയിൻ കൊടുക്കാം. അതിന് ശേഷം ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമുക്കിത് അകത്തെ ഹോളിനകത്തോട്ട് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരു പെറ്റൽ കഴിഞ്ഞു. ഇനി ഇതുപോലത്തെ 5 പെറ്റലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സെയിം റിപ്പീറ്റ് ചെയ്തെടുത്താൽ മതി 5 പ്രാവശ്യം. അപ്പോൾ ആദ്യം 3 ചെയിൻ കൊടുക്കുക. അതിനുശേഷം ഒരു TC ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ചുറ്റിയിട്ട് ഇതുപോലെ യാൺ 3 പ്രാവശ്യമായിട്ട് 2 സ്റ്റിച്ചിനകത്ത് ഓരോ പ്രാവശ്യവും 2 സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മളിതുപോലെ വലിച്ചെടുക്കേണ്ടത്. അതിനുശേഷം ഒരു ചെയിൻ കൊടുക്കണം. വീണ്ടും ഒരു TC ചെയ്യുക. TC എന്ന് പറയുന്നത് 2 പ്രാവശ്യം യാൺ ചുറ്റിയെടുത്തതിന് ശേഷം ഹോളിനകത്തോടെ നീഡിൽ കൊണ്ടുപോയിട്ട് യാൺ ചുറ്റി വലിച്ചെടുത്തതിന് ശേഷം യാൺ 2 സ്റ്റിച്ചിനകത്തോടെ വലിച്ചെടുക്കുന്നതാണ്. അപ്പം 3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ TC ആയി. ഇനി നമുക്ക് 3 ചെയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഈ ഹോളിനകത്തോട്ട് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇപ്പോൾ രണ്ടാമത്തെ പെറ്റലും കൂടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതുപോലെ 5 പെറ്റലാണ്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും പെറ്റൽ ഉപയോഗിക്കാം. ഇതിപ്പോൾ നമ്മൾ ഫോർഗെറ്റ് മീ നോട്ട് എന്ന ഫ്ലവർ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് 5 പെറ്റലിനകത്ത് നിർത്തുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഡ്രസ്സിനകത്ത് വേണ്ടതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രാവശ്യം നമ്മൾക്ക് പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് ഇതുപോലെ തന്നെയാണ് 5 പെറ്റൽസ് ഉണ്ടാക്കേണ്ടത്. അതിനുശേഷം നമുക്കിതിൻ്റെ നടുക്കത്തെ ഭാഗത്ത് ഒരു യെല്ലോ കളർ വേണം. അപ്പം ആ യെല്ലോ കളറ് യാൺ ഒരു നീഡിലിനകത്തേക്ക് കോർത്തെടുത്തതിന് ശേഷം എല്ലാ പെറ്റലിലേക്കും ഓരോ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി. സെൻറ്ററിൽ നിന്നും എല്ലാ പെറ്റലിൻ്റെ നടുക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ച് സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ എടുത്താൽ മതി. യെല്ലോ കളർ അതിൻ്റെ നടുക്ക് വരും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഫ്ലവേഴ്സ് കണ്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ നടുക്ക് ഭാഗത്തൊരു യെല്ലോ കളറുണ്ട്. അപ്പോൾ അതില്ലെങ്കിൽ തന്നെ ഫ്ലവർ നല്ല മനോഹരമാണ്. അപ്പം ഇതാണ് ഈസി ആയിട്ട് ഫ്ലവർ ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ നമ്മൾ ഫ്ലവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി മാജിക് റിങ് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇത് പുറകിൽ ആ 2 യാണും കൂടി ഒന്ന് കെട്ടിയിട്ട് അത് നമുക്ക് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഗം എന്തെങ്കിലും ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്കത്തെ യെല്ലോ കളർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും യെല്ലോ ബീഡ്സിൻ്റെ നടുക്ക് ഒട്ടിച്ച് കൊടുത്താലും മതി. പക്ഷേ കുഞ്ഞു മക്കൾക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും സേഫ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കകത്ത് കാണാം. അതുവരേക്കും ബൈ.